ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ മാക്രോയിൽ നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈക്രോയിൽ ഇനി എന്തൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതെന്ന് പറയാം. അങ്ങനെ അത് രണ്ടും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് 60+ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾക്ക് തിങ്കളാഴ്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരുന്നോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി, ഒരു എക്കോണമിയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, ഇത് റീസൺ ആണ്, കാരണമാണ്. കാരണം ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചേക്കാം. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ആണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് ഏത് അളവിൽ, എങ്ങനെ ഉൽപ്പാദിക്കണം, ആർക്ക് വേണ്ടി എന്നുള്ളത് 5 മാർക്കിന് ചോദിക്കും. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് 3 ടൈപ്പ് ഓഫ് എക്കോണമി പറയുന്നുണ്ട്. സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, മിക്സഡ്. അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് പഠിക്കണം. പിന്നെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും എന്താണെന്നുള്ളതും ഒന്ന് പഠിക്കണം കേട്ടോ. ദെൻ ചാപ്റ്റർ 2 കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡിൽ നിന്ന് കാർഡിനൽ അപ്രോച്ച്, ഓർഡിനൽ അപ്രോച്ച്, ഇത് രണ്ടും എന്താണെന്ന് പഠിക്കണം. കാർഡിനൽ എന്താ പറയുന്നത്, നമുക്ക് യൂട്ടിലിറ്റി കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റും. ഓർഡിനൽ എന്താ പറയുന്നത്, അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല, റാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പഠിച്ചാൽ മതി. പിന്നെ ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ബഡ്ജറ്റ് ലൈനിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് അത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ് വരയ്ക്കാൻ, ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം 5 മാർക്കിനും പിന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സും 3 മാർക്കിനുമായിട്ട് 8 മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പഠിക്കണം. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഓക്കെ, അതെല്ലാം പഠിക്കണം കേട്ടോ. ഡിമാൻഡ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കണം. പിന്നെ വരാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, 5 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലവും പഠിക്കണം, 5 ഡിഗ്രിയും പഠിക്കണം. ഓക്കെ, പ്രോബ്ലം 5 ഡിഗ്രീസും നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്ന 3ാമത്തെ പാഠം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഷോർട്ട് ടേം എന്താണ്, ലോങ് ടേം എന്താണ്, ഷോർട്ട് ടേം ലോങ് ടേം, ഹ്രസ്വകാലം ദീർഘകാലം എന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 2 മാർക്സിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതിലൊരു 3 ലോ പറയുന്നുണ്ട്. ആ ലോയും അതിൻ്റെ ഗ്രാഫും കൂടി വരയ്ക്കണം. എന്താ ഈ ഗ്രാഫ്, ആ സ്റ്റേജുകളെല്ലാം കാണിച്ചിട്ടുള്ള ഈ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്, 8 മാർക്കിന് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ഇത്രയും കാണാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 8 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അതിൻ്റെ ഇക്വേഷൻസും ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി നന്നായിട്ട് പഠിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസ്, അതിൻ്റെ സ്റ്റേജസൊക്കെ നമ്മൾ പഠിക്കണം. ഇങ്ങനത്തെ സ്റ്റേജ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും. പിന്നെ ചാപ്റ്റർ 4 ആണ് തിയറി ഓഫ് ഫോം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചോളാം, 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ. പിന്നെ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് മാർജിനൽ റവന്യൂ കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ ഗ്രാഫുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ 3 ഗ്രാഫ് ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്, ഇത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഓക്കെ, ഇത് ടോട്ടൽ കോസ്റ്റിൽ ഇത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്, ഇതാണ് ടോട്ടൽ കോസ്റ്റ്. 3 കർവുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും. പിന്നെ ഫോം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ 3 കണ്ടീഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫും ചോദിക്കും. അത് ഇതിൽ എഴുതിയിട്ടില്ല, ബട്ട് അത് എന്തായാലും ചോദിക്കും. ഓക്കെ, ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻസ്, MC = MR, MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്, P ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് ABC എന്ന് പറഞ്ഞിട്ട് 3 കണ്ടീഷൻ, അതിൻ്റെ ഗ്രാഫും ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി അതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്തേക്കുന്നത്, അത് പഠിക്കണം. പിന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈയുടെ ഗ്രാഫ് പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ഡിമാൻഡും ഇക്വിലിബ്രിയം പ്രൈസും കാണാൻ, ഇക്വേഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് കാണാനും, പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസിങ്ങും, വില പരിധി, അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ ഈ പറയുന്ന അതിൻ്റെ ഫലങ്ങൾ, പിന്നെ താങ്ങുവില പ്രൈസ് ഫ്ലോർ, അതിൻ്റെ ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ
മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ മറ്റേ ചാപ്റ്റർ നമുക്കില്ല, 6th ചാപ്റ്റർ നമുക്ക് സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഇത്രയും കാര്യങ്ങൾ മൈക്രോയിൽ നിന്നും പിന്നെ മാക്രോയിൽ നിന്നും ആ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചാൽ 60+ മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ നാളെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി പഠിച്ചിട്ട് പോയാൽ സെറ്റാണ്. അത്രയും സെലക്റ്റീവായിട്ട് നോക്കി പഠിച്ചാൽ മതി, ചാപ്റ്റർ ആദ്യം മുതലേ വാരി വലിച്ച് പഠിക്കാതെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതാം.